ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എഗ് ട്രേ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എഗ് ട്രേ വെച്ചിട്ട് ക്ലേ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ആ എഗ് ട്രേ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് ആക്കി ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്തെടുക്കുക. എഗ് ട്രേ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തിടാനായിട്ട്. എത്രത്തോളം വലിപ്പം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും വലിപ്പം കുറച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു എഗ് ട്രേയുടെ പകുതി ഭാഗത്തോളം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഈ എഗ് ട്രേയിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ എഗ് ട്രേ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്ലേ ഉണ്ടാക്കി നോക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിയാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിൽ ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ആ എഗ് ട്രേ ഒക്കെ നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് അതിനെ ഒന്നും കൂടെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഇനി നമുക്ക് ഈ എഗ് ട്രേ ആക്കി എടുക്കണം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ കൈ വെച്ചിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കി കിട്ടും കേട്ടോ. അപ്പം ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടത്തില്ല കേട്ടോ. അതുമല്ല കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറേ അധികം ടൈമും വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലിട്ടടിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ എഗ് ട്രേയിൽ ഫുള്ള് വെള്ളം മാറ്റിയിട്ട് എഗ് ട്രേനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ആക്കിയെടുക്കുവാണ്. ഫസ്റ്റ് ഞാൻ അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാൻ നോക്കി. അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആകാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിനുള്ളിൽ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെള്ളം കളഞ്ഞെടുക്കണം, ഒട്ടും തന്നെ അതിൽ വെള്ളം പാടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ എടുത്തിരിക്കുന്ന എഗ് ട്രേ ഫുള്ളൊന്ന് വെള്ളം കളഞ്ഞിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഞാൻ ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ വെള്ളം കളഞ്ഞിട്ട് എഗ് ട്രേ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതും അല്ലെങ്കിൽ ഒരു തുണിയിൽ ഇത് ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിലും കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. എനിക്കത് പിന്നീടാണ് തോന്നിയത്. അങ്ങനെ ഞാൻ ആ എഗ് ട്രേയിൽ ഫുള്ള് വെള്ളം കളഞ്ഞിട്ട് ഒരു ബൗളിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട പിടിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. ഒട്ടും തന്നെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ പാടില്ല കേട്ടോ. നല്ലപോലെ ഒരു പൗഡർ രൂപത്തിലാക്കിയെടുക്കാൻ പറ്റുന്ന പോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഗ്ലൂവിൻ്റെ ഒന്നും അളവ് നോക്കിയിട്ടല്ല കേട്ടോ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തത്. ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ അതിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഗ്ലൂവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് എനിക്കിത് എത്രത്തോളം അളവിൽ മിക്സ് ചെയ്തെടുക്കണം, ഗ്ലൂ അതിൽ എത്രത്തോളം അളവിൽ ഒഴിച്ച് കൊടുക്കണം, അതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്ലൂ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ നന്നായിട്ട് കുറച്ചധികം ടൈം എടുത്ത് കുഴച്ചെടുക്കണം. അപ്പോഴേ അത് കറക്റ്റ് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നോ അത്രയും നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ അധികം ടൈം എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടിയത്. അപ്പം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ ക്ലേ ഉണ്ടാക്കിയിട്ട് ഉടനെ ഒന്നും ക്രാഫ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കിയിട്ട് ഒട്ടും കാറ്റ് കയറാത്ത പോലെ ഒരു ടിന്നിനുള്ളിലൊക്കെ അടച്ച് വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഉടനെ തന്നെ ഒരു ചെറിയ ബൗൾ ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. അപ്പം ബൗളിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചെറിയ ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ.
ഇപ്പം നമ്മൾ ഗ്ലാസ് ബൗളിലേക്ക് നേരിട്ട് ക്ലേ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വിട്ടു പോരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അത് വിട്ടു പോരുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു കവറ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ആ ബൗളാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു 4 ചെറിയ ഇല എടുത്തിട്ട് ആ ബൗളിനുള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന ആ ബൗളിന് പുറത്ത് ചെറിയൊരു ഇലയുടെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്ലേയുടെ അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്തായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ആ ഒരു ബൗളിൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലേ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ ബൗളുകളൊക്കെ ഉണ്ടാക്കാനും പിന്നെ അങ്ങനെയൊക്കെ ചെറിയ ക്രാഫ്റ്റുകൾ ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കാനായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സെയിം ക്ലേ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുമോ, അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. ഇത് തന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം പറ്റുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഈ സെയിം ക്ലേ തന്നെ വെച്ചിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് ശരിയാകുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ക്ലേ ഏകദേശം ഒരു ബൗളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു റൗണ്ട് സാധനം വെച്ചിട്ട്, ഇത് ക്ലേയുടെ ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും റൗണ്ട് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ചെറിയൊരു ഡിസൈന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കത് ആ ബൗളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാവകാശം വേണം എടുക്കാനായിട്ട്, വളരെ പെട്ടെന്നൊന്നും വലിച്ചെടുക്കരുത്. ഇതുപോലെ പതുക്കെ കുറച്ച് ടൈം എടുത്തിട്ട് എടുക്കുക, കാരണം അതൊന്നും ഉണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒന്നും പൊട്ടിയൊന്നും പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ചെടുക്കുക. ഞാൻ അങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് അതിൽ വെച്ച് കൊടുത്തിരുന്ന ആ ഇലയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് ആ ഇലയുടെ ഷേപ്പ് അങ്ങോട്ട് അതിൻ്റെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. നോർമലായിട്ടുള്ള ക്ലേ പോലെയല്ല, ഇത് വെച്ചിട്ടുണ്ടാക്കിയാൽ കുറച്ചധികം ടൈം വേണം ഇത് ഫുള്ളൊന്ന് നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ. ഞാൻ ഒരു രാത്രി ഫുള്ള് വെച്ചിട്ടാണ് ഇതെനിക്ക് ഉണങ്ങി കിട്ടിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബൗള് ഉണങ്ങി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉൾഭാഗത്തൊരു കളറും പുറത്ത് വേറൊരു കളറുമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ തന്നെ വെച്ചിട്ട് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനത് ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതേ രീതിയിൽ ചെറിയ ബൗളുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ജ്വല്ലറി ഒക്കെ ഇട്ട് വെക്കാനായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കമ്മലും മാലയൊക്കെ വേണമെങ്കിൽ ഇതിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനമൊക്കെ നിങ്ങൾക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും. അതും അല്ലെങ്കിൽ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ കാൻഡിൽസ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.